പാട്ടുകൾ ഓർമ്മകൾ മാത്രം പറഞ്ഞാൽ പോരെ, എനിക്ക് പാട്ടും കൂടി ഒന്ന് കേൾപ്പിച്ചേരണം കേട്ടോ. അയ്യോ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയത് ഈ പാട്ടിനാണോ? അതെ, സംസ്ഥാന അവാർഡ്. അതെ അതെ, കുറേയേറെ അവാർഡുകൾ അല്ലെ, സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ. സിറ വനിതാ അവാർഡ് അല്ലെ, ഫിലിം സിറ വനിതാ അവാർഡ്, ഫിലിം ക്രിറ്റിക്സ്, തോനെ അവാർഡുകൾ ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ. ഇനി അടുത്ത പാട്ടിലേക്ക് കിടക്കാം. ഉപ്പിന് പോണ വഴിയേത്, രാജാവ്. പഴയ നാടൻ പാട്ടാണോ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഉപ്പിന് പോണ വഴിയേത്, കായംകുളത്തിന്റെ തെക്ക്, അങ്ങനെ സാധനം ഉണ്ടല്ലേ? ഉട്ടോപ്പിയിലെ രാജാവ്. അതെ, മമ്മൂക്കയായിട്ട് എന്നാ രസമായിരുന്നു. അവസേപ്പച്ച സാറിന്റെ ആ ഒരു പാട്ടിന് എന്നോട് പറഞ്ഞ് നിറയെ മറ്റേ മൺമറഞ്ഞു പോയവരെയൊക്കെ ആവാഹിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഉമ്മറിക്ക മാളച്ചേട്ടന്റെ ചിരിയൊക്കെ, മാളച്ചേട്ടനെയൊക്കെ ആവാഹിച്ചു, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു എന്റെ പൊഞ്ഞ എന്നൊക്കെ പറയാൻ പറഞ്ഞ്. അത് പറഞ്ഞ് പിന്നെ മമ്മൂക്ക കേട്ടപ്പോ എന്നാ ചിരിയായിരുന്നു. കേട്ടു മമ്മൂക്കയുടെ ചിരിക്കുന്ന സൗണ്ടുകളൊക്കെ കേട്ടു ഭയങ്കര ആസ്വദിച്ച് എന്നൊക്കെ പറഞ്ഞ്. മമ്മൂക്കായിട്ടുള്ള എന്റെ പൊന്നു ഇതാര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രസമായിരുന്നു. മമ്മൂക്കായിട്ട് ഭയങ്കര പരിചയമാണല്ലേ? വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. ഇപ്പൊ കൊറേ നാളെ എടുക്കണില്ല, എന്താണ് ആണോ? മമ്മൂക്കല്ലേ പൊൻതൂവൽ അവാർഡ്, ഫിനിക്സ് അവാർഡ് ഒക്കെ തന്നു. അങ്ങനെയൊക്കെ സ്പെഷ്യൽ കണക്ഷൻ. അതെ, സിനിമ പാടുന്നതിന് മുമ്പ് തന്നെ ഫോണിലൂടെ സംസാരിക്കുമായിരുന്നു. സിനിമ പാടിയ പിന്നെ നേരിട്ട് ഒന്ന് മീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ. അപ്പൊ അതൊരു ഓർമ്മയായിരുന്നു കേട്ടോ. പിന്നെ മാളച്ചേട്ട് ആ ചിരിയൊക്കെ അതിലൂടെ കൊണ്ടുവന്നു, ആവാഹിച്ചു കൊണ്ടുവന്നു. സൂപ്പർ. അപ്പൊ ഇനി അടുത്ത പാട്ട് പാരുടയം അറിയമേ. പാരുടയം അറിയമേ ആദർശക്കായിട്ട് ഉള്ള അതൊരു ഓർമ്മയായിരുന്നു കേട്ടോ. അത് റിമി ചേച്ചി ഞാനും കൂടെ നല്ല രസമായിരുന്നു. റിമി ചേച്ചി ഞാനും മ്യാവ് മ്യാവ് ബൗ ബൗ ബന്ധമാണ്. അത് ഞങ്ങൾ രണ്ടും കൂടെ പാടി നല്ല രസമായിരുന്നു. പാരുടയമറിയമേ മിശിഹായെ തുണയ്ക്കണേ. അത് മാർഗം കളിയായിട്ടുള്ള. ഈ മാർഗം കളിയുടെ പ്രത്യേകത എന്താ? കോമഡി പറയുകയാണെങ്കിൽ വേറൊരു മാർഗവും ഇല്ലാത്തപ്പോ കളിക്കുന്ന കളിയാണ് മാർഗം കളി. താങ്ക് യു. ഇന്നത്തേക്കായി ഞാൻ ശരിക്കും പറയുന്നത് സീരിയസ് ആയിട്ട് പറയാൻ വരുമെന്ന് വിചാരിച്ചു. മാർഗം കളി. ഇനി അടുത്ത പാട്ട് സ്വപ്ന സുന്ദരി. അതൊരു ഒന്നൊന്നര സാധനമായിരുന്നല്ലേ? അതെ, ഒന്നൊന്നര സാധനം തന്നെയാ. ഇമാൻ സാറ് അവിടെ ചെന്നപ്പോഴെന്നെ പഠിപ്പിക്കുക ചെയ്തു കേട്ടോ. എറണാകുളത്ത് വന്നു അദ്ദേഹം. ഇമാൻ സാറിന്റെ 6-7 പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതെ അതെ, അതില് സ്വപ്ന സുന്ദരി എന്റെ അമ്മ ഐറ്റം സോങ് ആണെന്നൊക്കെ അവിടെ ചെയ്തപ്പോഴും അറിഞ്ഞു കേട്ടോ. കിട്ടാൻ പറ്റൂ. അതൊരു ഒന്നൊന്നര അനുഭവമായിരുന്നു. ഐറ്റം സോങ് എന്നൊക്കെ കേട്ടപ്പോ ഞെട്ടിയോ? അതെ അതെ. ഈശ്വര, ഞാൻ ഐറ്റം സോങ് പാടാൻ പോണു ഈശ്വര എന്ന് വിചാരിച്ചു. ദൈവമേ എന്നുള്ള ഓർമ്മ, മറ്റേ രവീന്ദ്ര മാഷ് പാടിയ ഓർമ്മ വന്നു. സ്വപ്ന സുന്ദരിക്ക് പിന്നെ അതൊന്ന് പാടിത്തരും. അതിന്റെ വരികൾ അറിയോ? അങ്ങനെ ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ തളർന്നിതനുദിനമെൻ മനസമതിലവോ. അത് അടുത്ത വരി എന്താ? ചേട്ടൻ അറിയോ? എന്റെ മുന്നോ. അപ്പോഴേക്കും നമുക്ക് സ്വപ്ന സുന്ദരിയുടെ കഥയൊന്ന് നമുക്ക് പാടാം. സ്വപ്ന സുന്ദരി. സ്വപ്ന സുന്ദരി നാൻ തന്നെ, നാ സ്വപ്ന ലോകത്തിൻ തേൻ തന്നെ. സ്വപ്ന സുന്ദരി നാൻ തന്നെ, നാ സ്വപ്ന ലോകത്തിൻ തേൻ തന്നെ. റാന്തൽ മിന്നലിലെ ജോലിപ്പേനെ, സോമ്പൽ ഇല്ലാമലെ കളിപ്പേനെ. തീണ്ടോ ഇൻപം
தோண்டும் நெஞ்சில் தோன்றும் 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 ஆனந்த சொப்பன சொப்பன சுந்தரே உங்கள் சோக கலைக்கும் கலைக்கும் மந்திரே ஏனதா சொப்பன சொப்பன சுந்தரே உங்கள் சோக கலைக்கும் கலைக்கும் மந்திரே. ഫാസ്റ്റ് പാട്ടുകള് പാടുമ്പോ ഉള്ള ഒരു ഫീല് വേറെ തന്നെയല്ലേ, ആ ഒരു എനർജി അതൊരു വേറെ അല്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ നവരാത്രി കാലമാണ്. അതെ അതെ ഈ ഒരു സമയത്ത് നമുക്ക് ദേവിയുടെ ഏതെങ്കിലും ആയിക്കോട്ടെ, ഭക്തിഗാനമോ ക്ലാസിക്കലാ ഇഷ്ടമുള്ളത്? ആ അത് ഞാൻ ദാസേട്ടന് എൻ്റെ സ്തോത്രപ്രിയ എന്നൊരു പാട്ട് TS രാധാകൃഷ്ണ സാറിന്റെ ഒരു ഭക്തിഗാനം ചെയ്തിട്ടുണ്ടല്ലോ. അതില് ദാസേട്ടൻ പാടുമ്പോ ഉത്രാട പുത്രന് മുന്നിൽ നിന്നാണ്, ഞാൻ പാടുമ്പോ ഉത്രാട പുത്രിക്ക് മുന്നിൽ നിന്ന് പാടണം, മുമ്പിൽ നിന്ന് പാടണം നമ്മുടെ. അപ്പൊ അത് പാടാം. സ്തോത്രപ്രിയേ നിൻ ക്ഷേത്രം പോകും ഉത്രാട പുത്രിക്കു മുൻപിൽ. വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. അടുത്തിടെ പുറത്തിറങ്ങിയ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി എന്ന ഗാനം ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച് മുന്നേറുകയാണ്. ഈ അവസരത്തിൽ തന്റെ ദാമ്പത്യ ജീവിതത്തിലെ പരാജയത്തെക്കുറിച്ച് പറയുകയാണ് വിജയലക്ഷ്മി. അദ്ദേഹം വേറെ വിവാഹിതനായി ജീവിക്കുന്നു എന്നാണ് അറിഞ്ഞത്. നമ്മുടെ വിഷമമൊന്നും അറിഞ്ഞു പെരുമാറില്ല. അച്ഛനെയും അമ്മയും എന്നിൽ നിന്നും അകറ്റാനാണ് നോക്കിയത്. അവരെ മാത്രമല്ല, എന്നിൽ നിന്നും എല്ലാവരെയും അകറ്റാൻ നോക്കി. നമ്മൾ അത് സമ്മതിച്ചില്ല. അതിൽ നിന്നും കരകയറാൻ സാധിച്ചു എന്നതാണ്. പണ്ടേ ഞാൻ അങ്ങനെയാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ആരൊക്കെ നിർബന്ധിച്ചാലും ചെയ്യില്ല. ആ വാശിയാണ് കരകയറാൻ സാധിച്ചത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വേണ്ടെന്ന് വെച്ചത്. എൻ്റെ ജീവിതമാണ്, എൻ്റെ തീരുമാനമാണ്. ആലോചിച്ച് തീരുമാനിക്കാനാണ് എല്ലാവരും പറഞ്ഞത്. തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അച്ഛനും അമ്മയുമാണെന്നും അവരെ പോലെയുള്ള മാതാപിതാക്കളെ കിട്ടിയത് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും വിജയലക്ഷ്മി പറയുന്നു. താൻ വലിയൊരു പാട്ടുകാരി ആക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. ഞാൻ അവരെ കാണണമെന്നും അവർക്ക് ആഗ്രഹമുണ്ടെന്നും വൈക്കം വിജയലക്ഷ്മി പറയുന്നുണ്ട്.